ക്ലാരിറ്റി ഉണ്ടാ നമ്മ അല്ലേ? ഞങ്ങളെ കാണിക്കുന്നത് നമുക്കിത് മുറിക്കായിരുന്നു. അങ്ങനെ അവള് പൊളിക്കണ പോലെ പൊളിക്കണ്ട. ഇതാണ് നമ്മുടെ ചിക്കൻ കുറച്ചിട്ട് കഴിച്ചോക്കെ. അവിടെ നിന്ന് എന്തെങ്കിലും ചായ കുടിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കുന്നത്. അങ്ങോട്ട് പോവാൻ ട്രെയിൻ വന്ന് ലച്ചുവിന്റെ വെക്കേഷൻ തീരാൻ പോവല്ലേ. ഇന്നിപ്പോ ശനിയാഴ്ച, നാളെ ഞായർ, മൺഡേ ക്ലാസ്സിൽ പോണം. അപ്പൊ നമ്മളിന്ന് ലുലു പോവാണ് കേട്ടോ. എന്തായാലും വെക്കേഷൻ തീരാറായല്ലോ, അതിന്റെ ഒരു കലാശക്കെട്ട്. നമ്മള് കുറച്ച് ലുലുവിലൊക്കെ കറങ്ങി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് മടങ്ങി പോരും കേട്ടോ. എത്ര പെട്ടെന്നാലേ വെക്കേഷനൊക്കെ കഴിഞ്ഞ്. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ക്ലാസ് തുറക്കാറായി. ഇനി ഭയങ്കര ബിസി ആയിരിക്കും. ഇനി നമുക്കിങ്ങനെ എവിടെയൊക്കെ പോകാനൊന്നും പറ്റില്ലല്ലോ, പഠിത്തം, എക്സാം അങ്ങനെയൊക്കെ. ഇനി ഓണം വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ നമുക്ക് ഇനി ലുലു ചെന്നിട്ട് കാണാം കേട്ടോ. വിഷമാവും എനിക്ക് ക്ലാസ് തുറക്കുമ്പോ. പിന്നെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടൊക്കെ പോണത് കണ്ട. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു ടീ കൗണ്ടർ ഉണ്ട്. എന്നാലും എന്നപ്പോ നമ്മള് കണ്ടതാണ്. അപ്പൊ അവിടെ നിന്നും ട്രെയിൻ വന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചായ കുടിക്കാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനാണ് കേട്ടോ ഞാൻ വിചാരിച്ചേക്കണത്. അങ്ങോട്ട് പോവാൻ ട്രെയിൻ വന്ന്. അയ്യോ, നീ ട്രെയിനിൽ കയറിട്ടേക്കാ. അവിടെ ചെന്നിട്ട് വീണ്ടും ഞങ്ങള് സ്പീക്കർ നോക്കാൻ ലുലുവിൽ വന്നേക്കണം. നമ്മൾ മൊബൈലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്, പക്ഷെ നോക്കിക്കൊണ്ടിരിക്കണേ, ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ലുലു തന്നെ ഞങ്ങളിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്പീക്കർ നോക്കി വരുന്നത്. ഇതെന്തിനാണ് സ്കൂൾ തുറക്കുമ്പോ രാവിലെ നേരത്തെ എണീക്കാൻ? അമ്മ വിളിച്ചോളാ, അമ്മേനും മോന്റെ ടൈം പീസ്. അത് വെക്കണം, ബാറ്ററി ഇടണം, അങ്ങനെ എന്തോ അല്ലേ? അങ്ങനെ വെച്ചേക്കും, അത്ര തന്നെ. ഫോണിലുണ്ടല്ലോ ഇതിനൊക്കെ 40% ഓഫാണ്. ചെയ്തേട്ടാ, ഇതെങ്ങനെയുണ്ട് ഫസ്റ്റ് കിടക്കണത്? മൈൻഡ് ചെയ്യണില്ല, പോവാട്ടോ. ഒക്കെ എങ്ങനെയുണ്ട്? അതും മൈൻഡ് ചെയ്യണില്ല. എല്ലായിടത്തും തിരക്കാണ് കേട്ടാ. നമ്മള് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. 199 രൂപ ഹാറ്റ്. കോംബ് ചെയ്തത് കോംബ് വേണോ? ഹൈപ്പർ മാർക്കറ്റില് വൻ തിരക്കാണ്. അപ്പൊ നമ്മള് ലുലുവിന്റെ അടുത്തുള്ള ടീ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ. നമ്മൾ ഈ സോഷ്യൽ കിച്ചൺ പോലെ തന്നെ സ്ഥലമൊക്കെ പിടിച്ചിരിക്കണം. ചെയറൊന്നും ഇല്ല കേട്ടാ, ഓരോ ടേബിള്. ചെയ്തതിന് അവിടെ പോയിട്ട് മേടിക്കാൻ പോയിട്ടുണ്ട്. എന്താക്കിയെന്നോ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനൊരു ചായ കണ്ടിട്ടുണ്ട്. ചായ ഒന്നും കുടിക്കണമെന്നില്ല, പക്ഷെ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. അതുകൊണ്ടാണ് എന്റെ ഇവിടെ നിന്ന് മേടിക്കണം. സാധനങ്ങൾ മേടിച്ചിട്ട് വേണം മുകളിലേക്ക് വാങ്ങാനായിട്ട്. ഭയങ്കര തിരക്കാണ് കേട്ടാ. ഇതണ്ട, അയ്യോ കണ്ട, ഇങ്ങനെ ഒരു ടേബിളാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. നമ്മളിവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇതിനെന്താ പറയാ, വാൾപേപ്പറാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൗണ്ടർ ഉള്ളത് നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട്, പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കും, അച്ഛൻ വിളിക്കണം, ഒന്ന് ചെല്ലുപോയി അല്ലെങ്കിൽ ഇവിടെ സ്ഥലം പോകും, ഇതേ നിൽക്കണം അച്ഛൻ നേരെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യാലോ. മറ്റേ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ട പിന്നെ അവിടെ നിന്ന് ക്യൂ നിന്ന്, ഇത് നല്ല കാര്യം, ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യാം. ചായ മാത്രമേ മേടിച്ചിട്ടുള്ളൂ.
ഇല്ല, ഞാൻ ചായ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ചായ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, ഇനി വരുമ്പോ നോക്കാം. നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ ചെന്നിരുന്ന് കഴിക്കണമെന്നാണ്. ഞങ്ങള് ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങള് മുകളിലൊക്കെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇതുപോലെ പ്ലേറ്റ് ഒക്കെ വാങ്ങി ഇങ്ങനെ കുറെ ഡിഫറെന്റ് ഫുഡൊക്കെ വാങ്ങി ഇരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാന്നാണ് വിചാരിച്ചേക്കണത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരക്ക് എത്രയെന്ന് അറിയില്ല, നമ്മൾ നോക്കണം കൗണ്ടറിൽ. അപ്പൊ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് വിശക്കണമൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഫുള്ള് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ പോയിരുന്ന് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ല തിരക്കുണ്ട് കേട്ടാ. അതെ, ബൂസ്റ്റ് ഏതാ? ചേട്ടന്റെ കോഫി ഏതാ? ഞാൻ കുടിച്ചോ? വേണ്ട, നമ്മളിനി മോളിൽ പോയി കഴിക്കൂലേ. അപ്പൊ ഞങ്ങളിത് വെച്ച് നല്ല ചൂടുണ്ടാവും. അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോവാണ് കേട്ടാ. കുറച്ച് കുട്ടികൾ ചോദിക്കണേ ചേച്ചി യൂട്യൂബർ ആണെന്ന്. ചേച്ചി അങ്ങനെയൊക്കെ ആയി പോയി മക്കളെ. പാവം കുട്ടികള്. ലച്ചുവിന് ഏതാ കാലത്തും കഴിക്കണേ? പിസ്സയാണ്. അപ്പൊ ഇതിങ്ങനെ ഇത് പ്ലേറ്റിലേക്ക് ഇടണ്ടോ? എന്നാ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് കഴിച്ചു. ഓ, ഭയങ്കര ടൈറ്റ് ആണല്ലോ ഇതൊക്കെ. അങ്ങനെ വെച്ച് ആണോ? നീ ആ നടുക്ക് കൂടെ അങ്ങോട്ട് ഇതാക്കി പിടിച്ചോ. ആദ്യം അച്ഛൻ അങ്ങനെ തന്നെ ചെയ്തത്. ലച്ചുവിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ, അത് ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞപ്പോ അത് വേണം. അപ്പൊ ലച്ചുവിന്റെ ഇഷ്ടത്തിന് മേടിച്ചു കൊടുത്തിട്ടാ. കഴിച്ചു നോക്കട്ടെ മോനെല്ലാം തരാം. കുറച്ച് ചൂടും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ചൂടില്ലല്ലേ ഇതിനും എല്ലാം. ഈ ഡ്രാഗൺ പനീറൊക്കെ അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാം അല്ലേ ലച്ചു? ഹാപ്പിയാണോ? കേക്കും ബിരിയാണി. ആ, കുറച്ച് കുട്ടികളെ ചാനൽ കണ്ടുപിടിച്ചവര് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ എവിടെന്നാ മനസ്സിലാവണില്ല. എവിടെന്നാ? ആ, എവിടെന്നാണ് വരുന്നത്? ആഹാ, ഞങ്ങളിവിടെ അടുത്താ, എടപ്പള്ളി. ആരെ പാരന്റ്സ് ഒന്നുമില്ലേ? ആണോ? ഒന്നും കഴിച്ചില്ലേ? പിസ്സ എങ്ങനെയുണ്ട് ചേട്ടാ? കുഴപ്പമില്ലാത്ത പിസ്സ, ടോപ്പിംഗ് കുഴപ്പമില്ല. ലച്ചു പിസ്സ അച്ഛന് കൈമാറിയിട്ട് ലച്ചുവിന് പനീർ എങ്ങനെയുണ്ട് നോക്കിട്ട് പറഞ്ഞേ. എങ്ങനെയുണ്ട്? ആണോ? ഹണി ഗാർലിക് ചിക്കൻ. എങ്ങനെയുണ്ട്? ഹണി ഗാർലിക് ചിക്കൻ. വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മാത്രം. എല്ലാത്തിനും ചൂട് വേണം കേട്ടോ. ഇനി ചൂടിന്റെ കുറവുണ്ട്. ബാക്കി മധുരമുണ്ട്. പേര് തന്നെ അതല്ല, മധുര. ആ ചിക്കൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയേ.
നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി പൊട്ടിക്കാം. ഇത് കഴിക്കാം ഹാഫ്. ഇത് നമുക്ക് ബിരിയാണിയുടെ ഒപ്പം. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഏതെങ്കിലും ക്യാപ്സിക്കം കഴിക്കാൻ മടിയാ. നമ്മുടെ എന്താണ് പൊറോട്ടയാണോ എല്ലാം കൂടി ചേർത്ത്. അപ്പൊ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫുഡാണ് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണത്. ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. നല്ല മണമുണ്ട്. എല്ലാം തരാം. ഇനി ഞാനിടാൻ പോണേ ചിക്കൻ. നമുക്ക് എടുക്കാട്ടാ. എനിക്കറിയില്ലല്ലോ എത്ര പീസ് ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പീസ് നോക്കട്ടെ. പീസ് ഒരു വലിയ 2 പീസ് ഉണ്ട്. നോക്കട്ടെ ഇതുണ്ടാന്ന്. ഭയങ്കര വലിയ ബിരിയാണി അല്ല, ആവറേജ്. അത് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചെയ്തോണ്ട് ഭയങ്കര ഇഷ്ടാവും തോന്നുന്നു. ഇതിന്റെ അരിയുടെ ടെക്സ്ചറൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. ഇതില് കാണുമ്പോ ഒരു ചുമപ്പ് പോലെ, പക്ഷെ കറക്റ്റ് യെല്ലോയിഷ് കളറാണ് അല്ലേ? നല്ല നെയ്യ് ഉണ്ടെന്നോ? നല്ല നെയ്യ്, നല്ല ഫ്ലേവർ ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട്? സിമ്പിളാണ്. ഇത് അത്രക്ക് വലിയതായിട്ട് അതാ ഞാനും പറഞ്ഞ ആവറേജ് ബിരിയാണി ഇല്ലേ? അവർക്ക് എപ്പോഴും കഴിക്കണതാ ഇഷ്ടം. ഇത് കുഴപ്പമില്ല അല്ല, ഓക്കെ അല്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. നല്ല മണമൊക്കെ ഉണ്ട്. നല്ലതാ. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായില്ല ഫുഡ്? നീ പറഞ്ഞ കേക്കൂല. പറയേ. നല്ലതായിരുന്നു. ഇഷ്ടായ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു നമ്മള് വാങ്ങിച്ചതില്? ബിരിയാണി ഇഷ്ടപ്പെട്ടായിരുന്നു, ചിക്കൻ ഇഷ്ടപ്പെട്ടായിരുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചിക്കനാ. എനിക്കും അത് ചിക്കൻ ഇഷ്ടപ്പെട്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പനീറാണ്. എനിക്കതാ ഇഷ്ടപ്പെട്ടത്. പിന്നെ ബിരിയാണി. ചിക്കൻ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇത്തിരി ചൂടും വേണം. ഇത്തിരി ഹാർഡ് പോലെ എനിക്ക് തോന്നി. ലച്ചു ഹാപ്പിയാണോ? അതാണ് ലച്ചു ഹാപ്പിയാണോ? ലച്ചു ഇപ്പൊ എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കണത്? ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി. എന്നെ നമ്മ വേഗം കഴിക്കാം. നമ്മൾ 2 ഡെസേർട്ടാ മേടിക്കുന്നത്. റെയിൻബോ കേക്ക്, പിന്നെ ബ്ലൂബെറി ചീസ് കേക്ക്. അച്ഛനാണെങ്കിൽ വെള്ളമൊക്കെ കൊണ്ട് എനിക്ക് പറ്റണില്ല. ഞാനിതൊന്ന് വീഡിയോ എടുത്തോട്ടെ. എടോ ഞങ്ങളെ കാണിക്കൂ. നമുക്കിത് മുറിക്കായിരുന്നു. അങ്ങനെ അവള് പൊളിക്കണ പോലെ പൊളിച്ചെടുക്കുക. വാവ്. ഇതാണ് നമ്മുടെ റെയിൻബോ കേക്ക്. റെയിൻബോ കേക്ക് കാണുന്നില്ല. റെയിൻബോ കേക്കിനാകെ 3 കളേഴ്സേ ഉള്ളൂ. ഇത് നമ്മുടെ ചീസ് കേക്ക്, ബ്ലൂബെറി ചീസ് കേക്ക്. സേതുവിന് ഭയങ്കര ഇഷ്ടാ ചീസ് കേക്ക്. എനിക്ക് വലിയ ഇഷ്ടമല്ല, ഞാൻ കഴിക്കൂല. ഇഷ്ടാണ് എനിക്ക്. മറ്റേ എന്റെ ആണ് ഈ റെയിൻബോ കേക്ക്. രണ്ടും കഴിച്ചിട്ട് മാറ്റാം. ഇതേതാ കഴിച്ചത് കൊച്ച്? ഇനി അടുത്തതും കഴിക്കണേ. അതത്ര മോയിസ്റ്റ് ആണോ? കേക്ക് നല്ലതാണോ? ഇതൊന്നും ഇവിടെ ഈ സൈഡിൽ നിന്ന് എടുത്തേടാ. ചീസ് കേക്ക് മൊത്തം എടുത്ത് താഴെ വരെ എടുക്ക. അതിന്റെ അടിയില് ആ ചീസ് കേക്കിന്റെ അടിയിൽ എന്തെന്നാ കാഷ്യൂ ഒക്കെ.
രണ്ടും കൊള്ളാം. ഞാൻ കഴിക്കാം. ഞാൻ ആദ്യം എന്റെ കേക്ക് തന്നെ കഴിക്കാം. റെയിൻബോ കേക്ക്. ഇത് കുറവാ, മോയിസ്റ്റ് ആണല്ലേ. അത് കുറവാ. ഒരു കഴിക്കുന്നത് ചീസ് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യുള്ളൂ, അടിപൊളി. ഇഷ്ടമല്ല. ബ്ലൂബെറിയുടെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കണേ? നല്ല ടേസ്റ്റോ. ബ്ലൂബെറിയുടെ ഫ്ലേവർ അടിപൊളി. ചെയ്തിട്ട് കഴിക്കും. ഞാൻ വീഡിയോ എടുക്കാം. അച്ഛൻ പാവോടി ഇങ്ങനെ പറയുന്ന നാളെ ഞാൻ ലൈഫിൽ ഒരാളെ കണ്ടിട്ടുള്ള പ്രമോദ് കേസ്. ഭയങ്കര ഇഷ്ടാ. മധുരമൊക്കെ കണ്ട അച്ഛന്റെ ഫേവറേറ്റ് ആണ്. മധുരത്തിന് കുറവാണ്. മധുരം എനിക്ക് ഓക്കെയാണ്. കാര്യം ഷുഗർ വാട്ടർ അധികം ചെയ്തിട്ടില്ല. ഇവിടെ വെക്ക്. എങ്ങനെയുണ്ട് കേക്കിൽ മോയിസ്റ്റ് കുറവാ. ഇനി അത് എടുത്തോക്കെ. സേതാന്റെ ഫേവറേറ്റ് ചീസ് കേക്ക്. ഇവിടെ ഒരാള് ആരും അറിയാതെ എടുത്ത് കഴിച്ചോണ്ടേ ഇരിക്കണേ. ഇവിടെ നിന്ന് എടുക്കട്ടെ? ആ എടുത്തോ. അഭിപ്രായം പറയില്ല. അടിപൊളി. അവിടെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ അറിയാം. എന്നാലും ഞങ്ങൾ വിചാരിച്ച പോലെ അത്രയും അടിപൊളിയായില്ല അല്ലേ എച്ചിക്കുട്ട? നിങ്ങളിനി ലുലുവിലൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടാ. ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് 2-3-4 ഐറ്റംസ് ഒക്കെ മേടിച്ച്. അത് മേടിക്കുന്നുണ്ട്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ചെയ്തോണ്ട് കൂടെ വന്നപ്പോഴും അതിന്റെ മുന്നത്തെ പ്രാവശ്യം എപ്പോഴും വന്നപ്പോൾ ഞാൻ ഇതുപോലെ ശ്രദ്ധിച്ച ആൾക്കാർ പ്ലേറ്റ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ചെയ്തോട് നമുക്കും അങ്ങനെ ചെയ്താലോ. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അഫോർഡബിൾ പ്രൈസിന് നമുക്ക് വാങ്ങി കഴിക്കുകയും ചെയ്യാം. ഒരു 3-4 ഐറ്റംസ് കഴിച്ചു നോക്കാം. പക്ഷെ എനിക്ക് ബ്രോസ്റ്റഡ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് ട്രൈ ചെയ്യണമെന്നില്ല. കാരണം ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ കഴിച്ചിട്ട് ചൂടുണ്ടാവില്ല. മനസ്സിലായ? അതാണ് ഒരു കുഴപ്പം. നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചൂടൊന്നും ഉണ്ടായില്ല. പിന്നെ ചിക്കനൊക്കെ ഇത്തിരി ചൂടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പിന്നെ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ആലോചിക്കണായിരുന്നു, നമുക്ക് ഈ പൈസക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് ഇത്തിരി കൂടെ നല്ല ഭക്ഷണം കഴിക്കാമായിരുന്നു. കുറച്ചും കൂടെ നല്ല ഫുഡ് കഴിക്കായിരുന്നു. പിന്നെ നമ്മൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ലുലുവിൽ വന്നിരുന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും കഴിച്ചാൽ അതൊരു സന്തോഷമാണല്ലോ. എല്ലാരും കഴിക്കണുണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി ഞാൻ കഴിക്കണമെന്നുള്ളത്. വെച്ച് ഹാപ്പി അല്ലേ? വെച്ച് ഹാപ്പി അല്ലേ? പിന്നെ പിസ അത്ര പോരായിരുന്നല്ലോ. പിസയും പോരാ. അപ്പൊ വല്ലപ്പോഴും ഇതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇനി ഞങ്ങൾ വന്ന് ഇങ്ങനെ മേടിച്ച് കഴിക്കുമോ ചെയ്ത് കേട്ടാ? വല്ലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇനിയും വന്ന് ഇടക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ തന്നെ കഴിക്കാം. ചൂടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവർക്ക് എപ്പോഴും ചൂടാക്കി വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അടിപൊളിയാണ്. പിന്നെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ കഫറ്റേരിയ വന്നിട്ടുണ്ട്. അവിടെ ചൂടുണ്ടോ നമുക്കറിയില്ല. സ്നാക്സ് മേടിച്ചില്ലായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തിരക്കുണ്ടായി. ഇനി ഞങ്ങള് കുറച്ച് ഗെയിം കളിക്കാൻ വേണ്ടി പോണേണ്ട. അത് ഞാൻ ആരേലും എടുക്ക്. ഞാൻ കളിക്കണത് എടുത്താ. ഈ ഗെയിം ആരൊക്കെ കളിക്കുന്ന പറ. അയ്യോ ഒരു ചാൻസും കൂടിയില്ലേ? ഇനി അച്ഛൻ ചെയ്തെന്ന് എന്താ കളിക്കാൻ പോണത്? കളി ഇനി നമ്മുടെ ലച്ചു അമ്മമ്മ എന്നിട്ട് എപ്പോഴും ഈ കളി കളിക്കാറല്ലേ? എന്നാ ഞാൻ കളിക്കട്ടെ.
ഞാൻ ഭയങ്കര പ്രോയാണ്. എവിടെ എനിക്ക് ജയിക്കണം. ചാൻസ് അച്ഛൻ നല്ല റെസ്റ്റോറൻറ്റുകൾ. ഞങ്ങൾ ലുലുവിലാണ് ഇതൊക്കെ ഉണ്ട് ഞങ്ങളുടെ പരിപാടി. അയ്യോ ലക്ഷ്മിന്റെ കളിയാണ്. അപ്പൊ ഞങ്ങൾ ഇനി കളിക്കട്ടെ, കുറച്ചു നേരം കളിച്ച് ഞങ്ങള് വീട്ടിൽ പോകും. അല്ലടാ, ഈ കളി ആരെങ്കിലും കളിക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടാ. നമ്മളപ്പോ ലുലു കണക്ട് ഇങ്ങനെയാ പിടിക്കേണ്ടത്. ഒരു മിനിറ്റ് അങ്ങനെ തന്നെയാടാ. നമ്മളപ്പേ ലുലു കണക്റ്റിലേക്ക് പോവാണ്. ലച്ചു പറയണ ആ സ്പീക്കർ വാങ്ങച്ചാന്ന്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണേണ്, ലുലു കണക്റ്റിൽ പോകാൻ പോണേ. സ്പീക്കർ അങ്ങോട്ട് വാങ്ങാന്ന് വിചാരിച്ചു പോയി നോക്കണേണ്. ഞാൻ സേതനോട് പിന്നെ വന്ന് വാങ്ങിയാൽ മതിയാ, നമ്മള് മെട്രോയിനല്ലേ വന്നേക്കണേ. അപ്പൊ എന്തായാലും പോയി വാങ്ങാന്ന് വിചാരിച്ചു. ലാസ്റ്റ് നമ്മളിത് വാങ്ങാൻ പോവാണെന്ന് തോന്നണേ. ചെയ്തിട്ടും പോണേണ്ട സാധനമൊക്കെ മേടിച്ചിട്ട്. നമ്മളിത് വാങ്ങിയിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യണേട്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. നോക്കിയേ, ക്ലാരിറ്റി ഉണ്ടാ അല്ലേ? സൂപ്പർ അല്ലേ? ഇതിന്റെ ക്ലാരിറ്റി കണ്ടിട്ടേ. എന്താ പ്രൈസ് ഇത്ര ഓഫറാണ് കേട്ടാ. 55,000 37,799 മേടിച്ചല്ലേ ഇത്. എന്നാ പൊയ്ക്കോ. നല്ല രസമാട്ടാ. എലിഫന്റ് ഉണ്ട്, ക്യാമലുണ്ട്, നല്ല രസമുണ്ട്. ബാ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരംഭരായി വരാം. ഇനി നമ്മുടെ വീഡിയോയിൽ വരുമ്പോ പിള്ളേരെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടാവും. അത് വെക്കേഷൻ കഴിയാൻ ഇനി 2 ദിവസം, ഒരു ദിവസം കൂടി ഉള്ളൂ എന്നാണ് പറയണത്. അപ്പൊ എല്ലാ കുട്ടികളും സ്കൂളിലൊക്കെ പോയിട്ട് വരാം. ബൈ ബൈ.